ഹലോ. അപ്പോൾ പിന്നെ ഞാൻ തന്നെ പതിവ് പോലെ തന്നെ ഇന്ന് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് ഇന്ന് 5-ാമത്തെ ദിവസമാണ്. അപ്പോൾ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും പറയാനില്ല. ആസ് യൂഷ്വൽ സെയിം, നീരൊക്കെ ഒതുങ്ങി കവറിലോട്ട് നീര് വന്നത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് ഒത്തിരി ആൾക്കാർ വീഡിയോസ് കാണുന്നവർ ചോദിക്കുന്നുണ്ട് ഞാൻ എവിടെയാണ് ചെയ്തതെന്നുള്ളത്. ഞാനത് ഫസ്റ്റ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ലാ HNS ഞാൻ ചെയ്തത്, കോയമ്പത്തൂരാണ്. അപ്പം ലാ HNS കോയമ്പത്തൂർ ഞാൻ ചെയ്തത്. പിന്നെ ഞാൻ അവിടെ ചെയ്ത പ്രൊസീജിയറിനെ പറ്റിയിട്ടും ഞാൻ യാത്ര ചെയ്ത രീതി, അവിടെ എത്ര ദിവസം നിന്നു, അവിടെ എത്ര രൂപ ചിലവായി, ഫുഡ് അക്കോമഡേഷൻ, ഇതിനെ പറ്റിയിട്ടുള്ള ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞാൻ എടുത്ത് പ്രത്യേകിച്ച് പറയാത്തത്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നാളെ തന്നെ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ എന്നോട് ഇന്നൊരു ബ്രോ ചോദിച്ചായിരുന്നു, ബ്രോ എവിടെ ചെയ്തു എന്നുള്ളതൊക്കെ പറഞ്ഞാലല്ലേ കാണുന്നവർക്കൊരു ഉപകാരം ഉണ്ടാവുള്ളൂ എന്ന്. ശരിയാണ് ബ്രോ, ഞാൻ ഉടനെ ചെയ്യാം. മാക്സിമം നാളത്തേക്കാണ് ഞാൻ ചെയ്യുക. കാര്യം എൻ്റെ ഫേസ് ഒന്നും ഓക്കെ അല്ലാത്തതുകൊണ്ടാണ് ഞാനതൊന്നും ഒത്തിരി പറയാൻ നിൽക്കാതിരുന്നത്. കാര്യം സംസാരിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഈ രണ്ട് സൈഡും ഈ മൂണ ഭാഗമൊക്കെ നീര് വന്നിങ്ങനെ, അതുകൊണ്ടാണ്. അപ്പോൾ നാളത്തേക്ക് ഞാൻ എവിടെ ചെയ്തു എന്നുള്ളതൊന്നുമില്ല. ഞാൻ ചെയ്തത് ലാ HNS കോയമ്പത്തൂരാണ്. തൊട്ടിപ്പാളയം പിരിവ് സ്ഥലം ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ കിട്ടും. പിന്നെ ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും അതുകൊണ്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം നാളത്തേക്ക് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ അവസ്ഥ ഇതാണ്. നീരൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്, ഓക്കെയാണ്. എൻ്റെ ഡോണർ ഏരിയയൊക്കെ ഓൾമോസ്റ്റ് നല്ല ഉണങ്ങി. ഈ കഴുത്തിൽ നിന്ന് എടുത്ത ഭാഗവും നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്നാൽ ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. എന്നാൽ ശരി, നാളത്തേക്ക് കാണാം കേട്ടോ. നാളെ 6-ാമത്തെ ദിവസമാണ്. ഈ നാളെ ഒരു ദിവസം കൂടെ കാത്തിരുന്നാൽ മറ്റന്നാൾ തല കുളിക്കാം, ഇതെല്ലാം വാഷ് ചെയ്യാം. എന്നാൽ ശരി, നാളത്തേക്ക് കാണാം കേട്ടോ. ബൈ.